അപ്പോഴേ ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് എന്താണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിന്ന് എൻ്റെ വാട്സപ്പിലേക്ക് ഞാൻ നോക്കിയപ്പോൾ രാവിലെ ഒരാൾ വളരെ കാലമായിട്ട് ഞാനുമായിട്ട് സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആ ആള് തിരക്കിൻ്റെ ലോകത്താണ്. ജോലിയുടെ ഭാഗമായിട്ട് ഉള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ യുവാവിന് എപ്പോഴും വന്ന് എന്നോട് സംസാരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എല്ലാം കാണുകയും വീഡിയോസ് എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെയോ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, യാതൊരു പരിചയമില്ല എനിക്ക്, പക്ഷെ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആ യുവാവ് എന്നെ അത്രത്തോളം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ആള് എൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആള്, എന്നെ ഭയങ്കര ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ആള് ഇന്ന് എൻ്റെ വാട്സപ്പിലേക്ക് വന്ന് എനിക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഈ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ, ഇതിൽ നാഗയെ അപമാനിക്കുന്ന തരത്തിൽ പറയുന്നു എന്ന്. നാഗയെ അപമാനിക്കുന്ന തരത്തിൽ അയാൾ ഇരുന്ന് പറയുന്നു, ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ ഈ യുവാവിന്റെ പേര് ഫ്രെഡി എന്നാണ്. ഫ്രെഡി എന്ന് കേൾക്കുമ്പോ ഇനി ഒരുപാട് ഫ്രെഡിമാരുണ്ട്. നിങ്ങളിൽ പല ദേഹങ്ങളും പറയും, ഞാനാണോ അയാളാണോ ഓരോരുത്തരെയും വിളിച്ചു ചോദിക്കും, നീയാണോ എന്നൊക്കെ വിളിച്ചിന് ചോദിക്കും. ഫ്രെഡി, ഒരുപാട് പേരുണ്ട് ഫ്രെഡി. അപ്പൊ ഇനി ഇത് ഫ്രെഡി കേൾക്കുന്നുണ്ടെങ്കിൽ മോനെ വിഷമിക്കൊന്നും വേണ്ട. മോന്റെ പേര് മാത്രമേ ഇവിടെ ഞാൻ പറയുന്നുള്ളൂ, രൂപമൊന്നും ഇവിടെ ആരും കാണുന്നില്ല. അപ്പോൾ ഫ്രെഡി എന്ന ചെറുപ്പക്കാരൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ലിങ്ക് എനിക്കിട്ട് എന്നിട്ട് പറഞ്ഞു, നാഗയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു നാഗ. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ എന്നോട് സംസാരിക്കുവാൻ വന്ന മറ്റൊരു യുവാവാണ്. ആളുടെ പേര് അൽത്താഫ് എന്നോ മറ്റോ ആണ്. ആൾ ഈ ലൈവിൽ വന്ന് ഈ ലൈവ് കാണുകയോ കേൾക്കുകയോ ചെയ്യുവാണെങ്കിൽ ആ ആൾക്ക് വേണ്ടി ഞാനൊരു ചെറിയ വിവരണം തരികയാണ്. അയാൾ എന്നെ പെണ്ണുമ്പിള്ള എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഗുരുനാഗ സൈരേന്ദ്രി ദേവി പറയുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരം, പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. എന്റെ പൊന്നൽത്താഫ്, നിങ്ങൾ ആ ഇരുന്ന് സംസാരിക്കുന്ന മുഴുവൻ മറ്റൊരു യുവതിയുടെ മുന്നിലിരുന്നാണ്. അതും പരസ്യമായിട്ടാണ് പറയുന്നത്. മറ്റൊരു യുവതിയുടെ മുന്നിലിരുന്ന് പറഞ്ഞ് സുഖിക്കുകയാണ് എന്നെ പെണ്ണുമ്പിള്ള എന്ന് വിളിച്ച്. എന്നെ പെണ്ണുമ്പിള്ള എന്ന് വിളിച്ച് നിങ്ങൾ വലിയ ചെറുപ്പമാകാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്.